എൻ്റെ ഒരു ഭാഗ്യത്തിന് അച്ഛൻ ബിസിനസ് ചെയ്തിരുന്നു, ആ ബിസിനസ്സിൽ നിന്നാണ് നഷ്ടം ഉണ്ടായത്. പിന്നെ അച്ഛൻ്റെതായ ഫാമിലിയും ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് അവരുടേതായ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ അച്ഛന് കടം ഉണ്ടായി. പക്ഷേ അമ്മയ്ക്ക് ആ ടൈമിൽ ജോലി കിട്ടി. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഉദ്യോഗസ്ഥയായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ശമ്പളം കറക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് ഈ കടമൊക്കെ ഉണ്ടായിരുന്ന ടൈമിലാണെങ്കിൽ അച്ഛന് ഗൾഫിലൊക്കെ പോകേണ്ട സിറ്റുവേഷനൊക്കെ കടം വീട്ടാനായിട്ട്. പക്ഷേ അന്നൊക്കെ അങ്ങനെയുള്ള ഒന്നുമില്ലെങ്കിൽ ഗൾഫിൽ പോകാൻ. പക്ഷേ ഒന്നും നേരെയില്ല. പിന്നെ അച്ഛൻ തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്നിട്ടാണ് അച്ഛൻ LIC ഏജൻസി എടുത്തിട്ട്. അപ്പോൾ LIC ഏജൻസിയിൽ അച്ഛൻ പിന്നെ ഈ അച്ഛൻ്റെ മൂട്ടിൽ നല്ല ഫയർ ഉണ്ടായിരുന്നു, കാരണം കടം വീട്ടണമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ പണിയെടുത്ത്. പിന്നെ ഈ കടം ഉള്ളവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എൻ്റെ അച്ഛൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എടുത്താൽ മതി. ഞാൻ ജനിച്ചന്ന് തുടങ്ങിയിട്ട് കടയിൽ നിന്നാണ് കേട്ടിട്ടുള്ളത്. അന്ന് കടം വീട്ടാനായിട്ട് ഞാൻ MBA കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം ഒരു 10, 18, 20 വർഷം എടുത്ത് ഈ കടം ഒന്ന് മാറിക്കിട്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കടമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, എന്തെങ്കിലും കുറുക്ക് വിധി കാണിച്ചിട്ട് അടുത്ത വർഷം കടം വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ എല്ലാവരും ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അടുത്ത ക്രെഡിറ്റ് കാർഡ് എടുത്ത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ പറ്റില്ല. നമ്മൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ താഴെ പോകുള്ളൂ. അത് ഒരിക്കലും ചെയ്യരുത്. അതിന് പകരം നമ്മൾ കൃത്യമായിട്ടൊരു പണിയെടുത്തിട്ട് അതിൽ നിന്ന് ഇൻകം ഉൽപ്പാദിപ്പിക്കാന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചിലവ് കുറയ്ക്കാം. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് വീടൊക്കെ ജപ്റ്റ് ചെയ്ത് വാടക വീട്ടിലേക്കൊക്കെ പോയി. എന്നിട്ട് ആ ഫസ്റ്റ് വീടൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വളരെ ചെറിയ വീട്ടിലേക്കാണ് നമ്മൾ പോയതൊക്കെ. അപ്പോൾ ആ ലെവലിൽ നിന്ന് നമ്മൾ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ കുറച്ചും കൂടി നല്ല വാടക വീട്ടിലേക്കൊക്കെ മാറി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എൻ്റെ ലൈഫിലൊന്നും വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുള്ള കാര്യം. അപ്പോൾ പക്ഷേ അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ, ഞാൻ അനുഭവിച്ചിട്ടില്ല. അതൊക്കെ എൻ്റെ അച്ഛനും അമ്മയും. അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു അച്ഛൻ. അമ്മ ഫിനാൻഷ്യലി, ബിസിനസ് കാര്യത്തിലും എല്ലാത്തിലും അമ്മ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും പല ആൾക്കാരൊക്കെ സ്ത്രീകളുടെ ഉന്നമനമൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം അവർ ഉന്നമനമുള്ള ആൾക്കാരല്ലേ, ഇനി എന്തിനും ഉന്നമനി അങ്ങനത്തെ ഒരു ടൈപ്പാണ്. വെരി പവർഫുൾ അല്ലേ, അവരുടെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഭയങ്കര ആണുങ്ങളെക്കാളും പവർഫുൾ ആണെന്ന് പറയുന്നത്. ശരിക്കും എൻ്റെ അമ്മൂമ്മയൊക്കെ ശരിക്കും പറഞ്ഞാൽ ബ്രില്യൻറ്റ്. അവരൊന്നും വലിയ ധനികരൊന്നും ആയിരുന്നില്ല, പക്ഷേ അതൊരു വലിയ കാര്യമാണല്ലോ. നമ്മുടെ ഫാമിലി ബഡ്ജറ്റ് പ്ലാനിങ് എന്ന് പറയുന്നതും ഒരു വലിയൊരു കാര്യം തന്നെയല്ലേ. അവിടെ നിന്നാണല്ലോ ഇതിന്റെ ഒരു ബേസിക് സാധനം, ഒരു എലമെന്റ് വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവൻ ഇപ്പോൾ പല സ്ത്രീകളും വർക്ക് ചെയ്യണവരുണ്ട്. ചില വർക്ക് ചെയ്യണവരാണെങ്കിൽ ഇവർ പൈസ മാനേജ് ചെയ്യില്ലായിരുന്നു, അവരൊക്കെ ഇപ്പോൾ പൈസ മാനേജ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഞാനീ പറഞ്ഞത് കൂടുതലും എൻ്റെ ഓഡിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ക്ലയൻസ് വെച്ചാൽ മിക്കതും ഈ മണി ടോക്സ് വീഡിയോ കാണുന്നവരാണ്. അപ്പോൾ അവരുടെ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ കേരള ഓഡിയൻസിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിരിക്കും. കാരണം ഈ കണ്ടന്റ് ഇഷ്ടപ്പെടണമെങ്കിൽ ഇതിന് താല്പര്യമെങ്കിലും വേണമല്ലോ. എക്സാക്ട്ലി. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഒരു അസംഷൻ ചിലപ്പോൾ കേരള സൊസൈറ്റിനെ പറ്റി ചിലപ്പോൾ കറക്റ്റ് ആവില്ല. കാരണം എൻ്റെ ഓഡിയൻസിനാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ അവരുടെ മെച്യൂരിറ്റി കുറച്ചും കൂടി കൂടുതലായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു പൊതുവെ ആളുകൾ ഇത് ചെയ്തു വരുന്നുണ്ട്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. നമുക്ക് എത്ര പെർസെൻറ്റേജ് ലാഭം കിട്ടാന്നുള്ളതല്ല, നമുക്ക് എത്ര ശമ്പളം കൂട്ടാനുള്ള സ്കിൽ സെറ്റ് നമുക്കുണ്ട്, ശമ്പളം കൂട്ടുന്നുണ്ട്, നമ്മൾ ഒരു മിതത്വത്തിൽ നമ്മളെങ്ങനെ ജീവിക്കുന്നുണ്ട്, എന്നാൽ നമ്മുടെ ഒരു സന്തോഷത്തിന് കൺട്രോൾ വരുന്നില്ല പൈസ വിചാരത്തിൽ. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്താൽ തന്നെ കുറച്ചും കൂടി ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കടത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും വീട്ടിലത്തേക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ കണ്ടന്റ് വഴി എനിക്ക് ആൾക്കാരെ മനസ്സിലാവും കടം വരാൻ ടൈമിൽ ഇവരുടെ തിങ്കിങ് ഒക്കെ എന്താണെന്നുള്ളത്, കോൺഫിഡൻസ് ലെവൽ എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ നേരിട്ട് തന്നെ വർത്തമാനം പറഞ്ഞിട്ട് കുറേ ചെയ്യാൻ നോക്കാം. ഇപ്പം എനിക്ക് സമയം അധികം കിട്ടാറില്ല. അതിൻ്റെ പേരിൽ തന്നെ കുറേയൊക്കെ ഞാനിങ്ങനെ ഒരു കോഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആൾക്കാർക്ക്. ഇങ്ങനെ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എനിക്കെന്താണ് പറയാനുള്ളത് ഞാൻ ആ കോഴ്സിൽ ഒരു മണിക്കൂറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെവിടെയാണ്? മൊബൈൽ ആപ്പ് ഉണ്ട്, ഒരു മണി ടോക്സ് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അതേ സെയിം പേരിൽ തന്നെയാണോ മണി ടോക്സ് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് ചെറിയൊരു ഞാൻ ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, ഇതിൽ വേറെ ഒന്നുമല്ല, ഞാൻ പറയാനുള്ള കാര്യം അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആകെ പറയാനുള്ളതുള്ളൂ, കടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് അതിൽ നിന്ന് തിരിച്ചു വരാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കോഴ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്ക്. എന്നിട്ട് അത് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും നടക്കാനില്ല. അത് നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 3 വർഷത്തിനുള്ളിൽ ചെറിയ കടക്കണമെങ്കിൽ അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റും. ഇനി വലിയ കടമാണെങ്കിൽ നിങ്ങൾക്കൊരു കൺട്രോൾ കിട്ടും. ഞാൻ കമ്മിങ് ഔട്ട് ഓഫ് കടന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഞാൻ വർക്ക്ഷോപ്പ് എടുത്തിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വന്നിരുന്നു. അപ്പം നമ്മുടെ ക്ലയൻറ്റാണ്. അപ്പോൾ ആളെന്നോട് കുറച്ച് കടത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. എല്ലാവരും പുള്ളി എടുത്തേക്കണ കടങ്ങൾ ഓൺലൈനിൽ എടുത്ത കടങ്ങളാണ്. 20% മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നോക്കിയപ്പോൾ ഞാൻ അങ്ങോട്ടും ഒന്നും മാനേജ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഞാൻ പുള്ളിനോട് എനിക്ക് എൻ്റെ ഒരു ബലമായ സംശയമാണെങ്കിൽ 1.5 വർഷത്തിനുള്ളിൽ ഇവിടെ കടം കിട്ടും.
ആ പറഞ്ഞത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അയാൾ ചെയ്യാനും ചാൻസ് ഉണ്ട്, കാരണം അങ്ങനെ നമ്മുടെ ക്ലയൻറ്റുമാണ്. അപ്പോൾ ഈ പറഞ്ഞത് നമുക്ക് ഇനിയും നമ്മുടെ ടീമിനായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ പസിലൊന്ന് കറക്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്തെടുക്കാമെന്നുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ കടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കടത്തിനെ ഫേസ് ചെയ്യാൻ ധൈര്യമുണ്ടോ? ആ കട എത്ര വലുതാണെന്ന് ഫേസ് ചെയ്യാൻ ധൈര്യമുണ്ട്? ഇത് കുറേ സ്ഥലത്ത് കടം കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ നിന്ന് കൊടുത്ത് പൈസ റോൾ ചെയ്തിട്ടും കാര്യമില്ല. ചില ആൾക്കാരുടെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ പറയില്ലേ, ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങുന്ന ടൈമിൽ നമുക്ക് എത്ര ഡിഫൻസ് ഉണ്ടെങ്കിലും ബോൾ അങ്ങോട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ടാക്കിൾ ചെയ്ത് പോകാനുള്ള ഒരു ധൈര്യമുണ്ട്. അതാണ് ഒരു പ്ലെയറുടെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ആ പ്ലെയർ എന്നായി അന്ന് കടം മാറില്ല. കാരണം എന്ത് കടവും എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് റോൾ ചെയ്ത് ചെയ്യാനുള്ള കഴിവുണ്ടെന്നൊരു തോന്നിയോ അന്ന് നിങ്ങൾ കടത്തിൽ നിന്ന് മാറില്ല. കാരണം നിങ്ങൾ വലിയ ആളായി. പിന്നെ നിങ്ങളുടെ കടം ഇങ്ങനെ കടത്തിന് നിങ്ങൾ ഇഷ്ടപ്പെടും, കടം നിങ്ങളെ വിട്ടുപോയില്ല. അതിന് പകരം എനിക്ക് ആ കഴിവില്ല എന്നൊന്നൊരു വിശ്വസിച്ച് നോക്കിയേ, അപ്പോൾ പേടിയാവും. അപ്പോൾ ആ പേടി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ കബഡിയൊക്കെ കളിക്കണമെങ്കിൽ ഞാൻ കബഡി കളിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ റൈഡ് ചെയ്യാൻ ചെല്ലുന്ന ടൈമിൽ എത്ര ആൾക്കാർ ഇങ്ങനെ പെട്ടെന്ന് കളിച്ചാൽ നമ്മൾ പേടിച്ചിങ്ങോട്ട് മാറണം. അതിന് അവിടെ തന്നെ നിൽക്കണേ നമ്മളെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പേടിയാണ് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും പേടി പൗരുഷമില്ലാന്ന് വിചാരിക്കും. പക്ഷെ ആ പേടിയാണ് ആ റൈഡറെ ഡ്രൈവ് ചെയ്യുന്നത്, കറക്റ്റ് ചെയ്യുന്നത്. എന്നാൽ അറ്റാക്ക് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവാൻ. അപ്പോൾ ഇങ്ക് കൊടുക്കുന്ന ടൈമിൽ അവൻ അറ്റാക്ക് ചെയ്യണം, കട കൊടുക്കുന്ന ടൈമിൽ പേടിക്കണം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നോക്കണം. അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും കടം എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു പ്രശ്നമൊന്നുമല്ല. ചിലപ്പോൾ നമ്മുടെ ഒരു ജീവിത സാഹചര്യങ്ങളോട് വന്നു പോയായിരിക്കും. പക്ഷേ നൗ ഫേസ് ഇറ്റ് ആൻഡ് ലുക്ക് ഫോർ എ വേസ് ടു പേ ദാറ്റ് മണി ബാക്ക്. ആൻഡ് കട എടുത്താൽ നിങ്ങൾക്ക് അടുത്താണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഷെയിംലെസ് ആയിട്ട് പോയിട്ട് നെഗോഷിയേറ്റ് ചെയ്യും, ഇൻട്രസ്റ്റ് കുറച്ച് കിട്ടാൻ പറ്റില്ല വകുപ്പുണ്ടാന്നുള്ളത്. ദെൻ റെഡ്യൂസ് ഇറ്റ് ആൻഡ് ആസ്ക് ഫോർ സം ബഫർ പീരീഡ്. എന്നിട്ട് നമ്മുടെ ഇൻകം കൂട്ടിയിട്ട് അത് ചെറിയ കടങ്ങൾ ഓരോന്ന് വീട്ടിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കടത്തിൽ നിന്ന് മുക്തരാകാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചിലവരുടെ ടൈം വ്യത്യാസം, ചിലവർക്ക് 3 കൊല്ലം എടുക്കും, ചിലർക്ക് 5 കൊല്ലം എടുക്കും. പക്ഷേ ഡെഫിനറ്റ്ലി വി ക്യാൻ കം ഔട്ട് ഓഫ്. മണി ടോക്സ് വിത്ത് നിഖിൽ എന്ന് പറഞ്ഞ ഒരു ചാനലിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ. അത് ശരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ മണിമണിയായിട്ട് തന്നെ ആൾക്കാർക്ക് കൃത്യമായിട്ട് ഒരു സാമ്പത്തിക വ്യവഹാരങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് വന്നത്? അതായത് അത് തുടങ്ങുന്നത് കൊണ്ടുള്ള ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ എന്തിനാണ് അതിൻ്റെ ഒരു ആത്യന്തികമായ ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത്? ശരിക്കുള്ള മോട്ടീവ് എന്ന് വെച്ചാൽ ഞാൻ ഈ പെൻഡാഡ് സെക്യൂരിറ്റീസ് ഞാൻ റൺ ചെയ്തിരിക്കും. ഞാൻ ആദ്യം വർക്ക് ചെയ്തിട്ട് അങ്ങ് പെൻഡാഡ് സെക്യൂരിറ്റീസിൻ്റെ CEO ആണ്. അതെ. അപ്പോൾ പെൻഡാഡിൽ എൻ്റെ ഫ്രണ്ട്സാണ് പെൻഡാഡ് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ MBA റൂംമേറ്റ്സ് ആയിരുന്നു ഞങ്ങൾ. അപ്പോൾ അവർ പോയിട്ട് ഇങ്ങനെ ബ്രോക്കിംഗ് ബിസിനസ്, സബ് ബ്രോക്കിംഗ് ഒക്കെ എടുത്തു. ഞാൻ റോയിറ്റേഴ്സിൽ വർക്കിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് നേരിട്ട് ബ്രോക്കിംഗ് ലൈസൻസ് തുടങ്ങാമെന്നൊരു ഐഡിയ വന്നു. അങ്ങനെ അവർ പറഞ്ഞു നമുക്ക്, അപ്പോൾ അവർക്കൊന്നും കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഇല്ല, എനിക്കേ കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഉള്ളൂ. അപ്പോൾ അവർക്കൊരു കോർപ്പറേറ്റ് കണ്ടിട്ടുള്ള ഒരാൾ CEO ആയിട്ടിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത്. റോയിറ്റേഴ്സിൽ എത്ര റോയിറ്റേഴ്സിൽ 9 വർഷം. അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന്, അപ്പോൾ അവിടെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻഫോർമേഷൻ മാത്രം സൂക്ഷിക്കുന്ന കമ്പനിയാണ്. അവിടെ ഞങ്ങൾ ഒരാളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. പൊതുവെ ചാനൽ ഇൻഡസ്ട്രി ആയിട്ടാണ് റോയിറ്റേഴ്സ് അസോസിയേറ്റ് ചെയ്ത് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെയ്യണത് ചാനലിനും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സിനുള്ള ഇൻഫോർമേഷൻ കൊടുക്കാന്നുള്ളത് നമ്മുടെ പണി. ഈവൻ ഗൂഗിളിന് വരെ എല്ലാവർക്കും ഗൂഗിളിന് അവർക്കൊക്കെ ഇവരെ ബാക്കിൽ നിൽക്കണ്ട. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളിപ്പോൾ പറഞ്ഞ എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്കൊക്കെ അല്ലെങ്കിൽ ന്യൂസ് ചാനലിലൊക്കെ മറ്റേ ചാർട്ടുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഞങ്ങളുടെ ആയിരിക്കും, സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ബ്ലൂംബർഗ് അടി കാണുന്നുണ്ടാവും, പിന്നെ തോമസൺ റോയിറ്റേഴ്സിന് ഇപ്പോൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഏതാണോ വെൻഡർ അവരെ വാങ്ങണത്, അപ്പോൾ അതുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ എല്ലാ മാർക്കറ്റ് ഇൻഫോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ റോയിറ്റേഴ്സ് നിങ്ങൾ വിട്ടിട്ട് ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ആ ഇൻഫോർമേഷൻ വെച്ചിട്ട് എന്താ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഞങ്ങളുടെയൊക്കെ പരിചയത്തിലുള്ള ക്ലയൻസിനെ മാത്രം നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെയാണ് എൻ്റെ അച്ഛൻ്റെയൊക്കെ അച്ഛനെ ലേശായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പേഴ്സണൽ ഫിനാൻസ് ക്ലയൻസിന് കൊടുക്കാമെന്ന് വെച്ചത്. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം വരുന്നത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ക്ലയൻറ്റ് വരും, നമ്മുടെ പരിചയക്കാരല്ല, നമ്മളെ യാതൊരു പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളുടെ അടുത്ത് ക്ലയൻറ്റ് വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പല സ്ഥലത്തും ബ്രാഞ്ചൊക്കെ തുടങ്ങി. ബോംബെയിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, ബാംഗ്ലൂർ, പിന്നെ ഞാൻ ബോംബെയിലായിരുന്നു, പിന്നെ കോഴിക്കോട്, തിരുവനന്തപുരത്ത്, കാസർഗോഡ്, കൊച്ചിയിൽ എല്ലായിടത്തും ബ്രാഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനപ്പോൾ ഇവിടുത്തെ എല്ലായിടത്തും ഉണ്ടായിട്ട് നമുക്ക് ക്ലയൻസിനെ കിട്ടുന്നില്ല. ഈ പറഞ്ഞോ നമ്മളാർക്കും അറിയില്ലല്ലോ.
അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാൻ പല യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ഇതേമാതിരി ഞാനിങ്ങനെ പോയിട്ട് ഒത്തിരി സ്ഥലത്ത് ക്ലാസ് ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഓഡിയൻസിനെ കൊണ്ടുവരണം. ചില സ്ഥലത്ത് ഓഡിയൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ബോംബെയിലുള്ളപ്പോൾ ഞാൻ അവിടെ ദൂരമുണ്ട്. അപ്പോൾ ബോറിവെലി എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ ഞാൻ കാർ ഓടിച്ച് ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ 100 വരെ പ്രതീക്ഷിച്ചിട്ട് 2 പേരൊക്കെ ഉണ്ടാവുള്ളൂ ഇനിഷ്യൽ സ്റ്റേജിൽ. അപ്പോൾ ഞാൻ വിചാരിച്ച് റെക്കോർഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എപ്പോഴും ചെയ്യുമ്പോൾ കണ്ടുകൊള്ളുമല്ലോ. അങ്ങനെ വൈഫ് റെക്കോർഡ് ചെയ്ത് പിടിക്കാൻ തുടങ്ങി, ഷൂട്ട് ചെയ്തിട്ട് തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ കൊണ്ട് 2 പേരെ കൊണ്ട് പറ്റൂല ഈ സാധനം. അങ്ങനെയാണ് ഞങ്ങളൊരു പ്രൊഫഷണൽസിനെ ഏൽപ്പിച്ച് അപ്പോൾ മണി ടോക്സ് വിത്ത് നിഖിൽ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി. അപ്പോൾ അന്ന് ഞാൻ ഇംഗ്ലീഷിലും പറഞ്ഞു മലയാളത്തിലും പറഞ്ഞു. എൻ്റെ ഇംഗ്ലീഷ് ആൾക്കാർക്കൊന്നും മനസ്സിലായില്ല, അപ്പോൾ മലയാളം ആൾക്കാർക്ക് മനസ്സിലായി. അങ്ങനെ മണി ടോക്സ് ഗ്രോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ then I understood coming back to Kerala is the best thing.